ഈജിപ്തിലെ കെയ്റോയിൽ ചരിത്രവും ആത്മീയതയും ഒരുപോലെ അലിഞ്ഞു ചേർന്ന നൈൽ നദീ തീരത്താണ് മസ്ജിദ് അസറുൻ നബി സ്ഥിതി ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിശുദ്ധ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ മസ്ജിദ്. ഹിജ്റ 707 AD 1307 മംലൂക്ക് ഭരണകാലത്താണ് ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. അന്നത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരി താജുദ്ദീൻ മുഹമ്മദ് ബിൻ സുബാഹ് എന്നവരാണ് ഈ പള്ളി നിർമ്മിച്ചത്. സൗദി അറേബ്യയിൽ യാംബുവിൽ താമസിച്ചിരുന്ന ബനി ഇബ്രാഹിം എന്ന കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ഈ വിശുദ്ധ തിരുശേഷിപ്പുകൾ വൻ തുക നൽകി സ്വന്തമാക്കിയത്. പ്രവാചകാനുചരന്മാരിൽ നിന്ന് പരമ്പരാഗതമായി കൈമാറി വന്ന ഈ തിരുശേഷിപ്പുകൾ അദ്ദേഹം പൂർണ്ണ ആദരവോടെ കെയ്റോയിൽ എത്തിക്കുകയായിരുന്നു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന അപൂർവമായ നിരവധി തിരുശേഷിപ്പുകൾ ഈ പള്ളിയിലുണ്ടായിരുന്നു. കാലാന്തരങ്ങളിൽ മറ്റു പല രാജാക്കന്മാരും ഈ പള്ളിയിലേക്ക് തിരുശേഷിപ്പുകൾ ചേർക്കുകയുണ്ടായി. പള്ളിയിൽ വിശുദ്ധ കേശം, വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ, ഉപയോഗിച്ചിരുന്ന വടി, സുറുമക്കൂട്, ഒപ്പം തിരുപാദമുദ്ര പതിഞ്ഞ കല്ല് എന്നിവ പ്രധാനപ്പെട്ടവയായിരുന്നു. ഇവയോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ട മുസ്ഹഫും 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ഹഫും സൂക്ഷിച്ചിരുന്നു. കാലങ്ങൾ പിന്നിട്ടപ്പോൾ പ്രകൃതിദത്തമായ തകരാറുകളിൽ നിന്നും സുരക്ഷാ ഭീഷണികളിൽ നിന്നും ഈ വിലമതിക്കാനാവാത്ത തിരുശേഷിപ്പുകളെയും ചരിത്രപരമായ മുസ്ഹഫുകളെയും സംരക്ഷിക്കുന്നതിനായി അവ പല ഘട്ടങ്ങളിലായി മാറ്റി സ്ഥാപിക്കപ്പെട്ടു. കെയ്റോയിലെ കുബ്ബത്തുൽ ഖൂരി, സയ്യിദ സൈനബ് മസ്ജിദ്, സലാഹുദ്ദീൻ അയ്യൂബി കോട്ട, വഖഫ് മന്ത്രാലയം, ആബിദീൻ കൊട്ടാരം എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി ഈ തിരുശേഷിപ്പുകൾ ഒടുവിൽ ഹിജ്റ 1305 ജമാദുൽ ആഖിർ 25 കെയ്റോയിലെ പ്രശസ്തമായ ഇമാം ഹുസൈൻ മസ്ജിദിലേക്ക് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പൂർണ്ണ ആദരവോടെ മാറ്റപ്പെട്ടു. ഇന്ന് അവിടെ പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട ഹുജറത്തുൻ നബവിയ എന്ന മുറിയിലാണ് ഈ തിരുശേഷിപ്പുകൾ, വിശുദ്ധ മുസ്ഹഫുകളും ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നത്. തിരുശേഷിപ്പുകൾ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റപ്പെട്ടെങ്കിലും പ്രവാചകാനുരാഗത്തിന്റെയും ചരിത്രത്തിന്റെയും ഓർമ്മകൾ പേറുന്ന മസ്ജിദ് അസറുൻ നബി കെയ്റോയുടെ ആത്മീയ ശോഭയായി നിലകൊള്ളുന്നു.